എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. ഈ മാച്ച് തോൽക്കാൻ കാരണം എന്താണ് എന്ന് ഇവരോട് ചോദിച്ചാൽ അവർ ഒറ്റ വാക്കിൽ പറയും, ധോണിയാണ് അതിനുള്ള കാരണമെന്ന്. രണ്ടും കൂടെ ചെയ്യാൻ സച്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് വ്യത്യാസം. പിന്നെ ആ വീഡിയോയുടെ പരിസരത്തേക്ക് ഇദ്ദേഹം വന്നിട്ടില്ല. ഷാബിൻ ഈ ആവശ്യങ്ങളൊക്കെ എന്നോട് വന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ആഴ്ചയാണ് ഈ ചതി കോഹ്ലി അദ്ദേഹത്തോട് ചെയ്തത്. അവിടെ തീർന്നു എന്ന് കരുതരുത്. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് കേട്ടിട്ടില്ലേ? അത്തരം രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. കമൻറ്റിൽ വലിയ വെല്ലുവിളികളുമായി വന്ന് അവസാനം തടി തപ്പിയ രണ്ട് ധീരന്മാരെ, രണ്ടുപേരുടെയും കമൻറ്റുകളോട് റിയാക്ട് ചെയ്യുകയാണ് ഇന്ന്. ഒന്ന് മുഹമ്മദ് ഷാബിൻ CK, രണ്ട് തൗഫീഖ് ഷറഫുദ്ദീൻ. രണ്ടുപേരും വിരാട് കോഹ്ലിയുടെ കടുത്ത ഭക്തന്മാരാണ്. തൗഫീഖ് അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നു, ഷാബിൻ അത് മറച്ചു പിടിച്ച് ബുദ്ധിജീവി കളിക്കുന്നു. ഇത് മാത്രമാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞത് കോഹ്ലി ഭക്തർ എന്നാണ്. കോഹ്ലി ഫാൻസ് എന്നോ കോഹ്ലി ഇഷ്ടപ്പെടുന്നവർ എന്നോ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കോർ 90 മുതൽ 100 വരെ എത്താൻ ബാറ്റേഴ്സ് എടുത്ത ബോളുകളുടെ എണ്ണത്തിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തിരുന്നു. ആ വീഡിയോ ഇവരിൽ പലരും കെട്ടിപ്പൊക്കി വെച്ചിരുന്ന പല ബോധ്യങ്ങളും തകിടം മറിച്ചു. അവർ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന പല നരേറ്റീവുകളും വെറുതെയായി. അതിനുള്ള പ്രതികരണങ്ങളാണ് ഇതെല്ലാം. ആ വീഡിയോയെക്കുറിച്ച് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും എന്തായിരുന്നു ആ വീഡിയോയുടെ ഉദ്ദേശമെന്ന്. സ്വന്തം സ്കോർ 90 കഴിഞ്ഞാൽ പിന്നീട് അധികം ബോളുകൾ എടുക്കുന്ന ബാറ്റർ സച്ചിൻ മാത്രമാണ് എന്ന തരത്തിലുള്ള ഒരു പൊതുബോധമാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അതങ്ങനെയല്ല എന്നും മറ്റുള്ളവരുടേതുപോലെ അല്ലെങ്കിൽ താരതമ്യേന അതിൽ കുറവ് ബോളുകളാണ് സച്ചിൻ എടുത്തിട്ടുള്ളത് എന്നും ആളുകളെ അറിയിക്കുക തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരുടെ അടുത്ത ബോളുകൾ അനലൈസ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പല്ലേ? അങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ കോഹ്ലി ഒരുപാട് ബോളുകൾ എടുത്ത ബാറ്ററാണ് എന്ന യാഥാർത്ഥ്യം കേട്ടപ്പോൾ ഇവരതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന രീതികളാണ് ഇതൊക്കെ. ആദ്യമായി നമുക്ക് മുഹമ്മദ് ഷാബിൻ്റെ കമൻറ്റുകളിലേക്ക് കടക്കാം. 90 കഴിഞ്ഞുള്ള ബോളുകളുടെ വീഡിയോ മണ്ടത്തരമായിരുന്നു, അതിൽ താൻ കമൻറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് റിപ്ലൈ കിട്ടിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിറഞ്ഞ ഒരു മാസ് ഡയലോഗുമായാണ് ഇദ്ദേഹം എത്തിയത്. സച്ചിൻ്റെ 90 കഴിഞ്ഞുള്ള സ്ട്രഗിൾ, അതിനെ ഞാൻ ന്യായീകരിച്ചു എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ആരോപണങ്ങൾ. അതിന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 90 കഴിഞ്ഞ് ബോളുകൾ കൂടുതലാവുന്നതിനെക്കുറിച്ച് എനിക്ക് അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ്. അത് സച്ചിനായാലും ധോണി ആയാലും കോഹ്ലി ആയാലും. അത് സമ്മർദ്ദം, സ്ട്രഗിൾ ഇതൊന്നും കൊണ്ട് ആവണമെന്നില്ല. സിറ്റുവേഷനാണ് അതിനുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നിലപാടിലുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഒരു മികച്ച ബാറ്റർ ഇന്നിങ്സ് പ്ലാൻ ചെയ്യുന്നത് അയാളുടെ ബുദ്ധി ഉപയോഗിച്ചാണ്. സാഹചര്യങ്ങളും ബൗളറും ഫീൽഡ് സെറ്റപ്പും എല്ലാം നോക്കിയാണ്. ഒരു ബാറ്റർ സെഞ്ചുറിയുടെ എടുക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു നോർമൽ ഫീൽഡ് സെറ്റപ്പ് ആയിരിക്കില്ല എതിർ ടീം ക്യാപ്റ്റൻ ഒരുക്കുക. ബൗളിങ്ങിലും അദ്ദേഹം ചേഞ്ച് കൊണ്ടുവരാം. സെഞ്ചുറി നേടിക്കഴിഞ്ഞാൽ ആ ബാറ്റർ കൂടുതൽ അപകടകാരിയാവാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കൊണ്ട് കൂടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. ഒരു ബാറ്റർ ഇതെല്ലാം കണക്കിലെടുത്ത് വരാൻ പോകുന്ന സാഹചര്യങ്ങളും അനലൈസ് ചെയ്ത് ശ്രദ്ധയോടെ ബാറ്റ് ചെയ്തേക്കാം. ഒടുവിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിക്കറ്റ് പോകുമ്പോൾ അത് തിരിച്ചടിയാവുമെന്ന് മാത്രം. ഈ എടുത്ത ബോളുകൾ ഈ ബാറ്ററുടെ കഴിവുകേടോ പോരായ്മയോ സെൽഫിഷ്നെസ്സോ ഒക്കെയായി കാണുന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. വരുന്ന ഏതു ബോളും അടിച്ചകറ്റുക എന്നുള്ളൊരു തന്ത്രം എല്ലാവരുടെയും ശൈലിയല്ല. ഏറ്റവും രസകരം ഇതൊക്കെ ഈ മുഹമ്മദ് ഷാബിനും ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരാധനാപാത്രമായ കോഹ്ലിയും 90 കഴിഞ്ഞ് ഒരുപാട് ബോളുകൾ എടുത്ത സാഹചര്യങ്ങളുണ്ടായി. അതുമാത്രമാണ് കാരണം. അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും സാഹചര്യം, ഗെയിമിൻ്റെ പ്രഷർ എന്നൊക്കെ ഇവിടെ വന്ന് കമൻറ്റിടുമായിരുന്നില്ല. ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്ന ആൾ എന്തിനാണ് ഞാൻ ചെയ്യുന്നത് ന്യായീകരണമാണെന്ന് പറയുന്നത്? അതെല്ലാം പോട്ടെ, കോഹ്ലിയുടെയൊക്കെ കണക്കുകൾ ഇല്ലാതെ സച്ചിൻ്റെ മാത്രം കണക്കുകൾ വെച്ചിട്ട് മാച്ച് സിറ്റുവേഷൻ, പ്രഷർ എന്നൊക്കെ ഞാനിവിടെ പറഞ്ഞാൽ ഇവരൊക്കെ ഇത് അംഗീകരിച്ച് തരുമായിരുന്നു? ഒരു സംശയവുമില്ല, ഇല്ല. അപ്പോൾ ഇനി ഷാബിൻ്റെ കമൻറ്റുകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിന് നമുക്ക് ഷാബിൻ്റെ ലോജിക്കിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്യാം. അതായത് 90 മുതൽ 100 വരെ ബോളുകൾ എടുക്കുന്നത് വലിയ അപരാധമാണ്, മുട്ടടിയാണ് എന്നുള്ള ലോജിക്കിൽ. അതാണല്ലോ അദ്ദേഹത്തിന് വേണ്ടത്. ഷാബിൻ തൂങ്ങിയാടുന്ന ഒരു വള്ളി, എൻ്റെ അനാലിസിസിലെ പോരായ്മ, ഞാൻ 90 മുതൽ 100 വരെ ബോളുകൾ ചില മത്സരങ്ങൾ മാത്രമെടുത്ത് ചെറി പിക്ക് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. വിരാട് കോഹ്ലി 90 മുതൽ 100 വരെ എത്താൻ 17 ബോളുകൾ 16 ബോളുകളൊക്കെ എടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ്. അതുകൊണ്ട് അത് മാത്രം എടുത്ത് പറഞ്ഞ് കോഹ്ലിയെ ചെറുതാക്കാൻ പറ്റില്ല. കോഹ്ലി കരിയറിൽ ഫുൾ 90 മുതൽ 100 വരെ എടുത്ത ബോളുകൾ മൊത്തമായി എടുത്ത് അതിൻ്റെ ആവറേജ് എടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ചുരുക്കി പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരു മാച്ചിൽ 90 മുതൽ 100 വരെ എത്താൻ ഒരുപാട് ബോളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ 5-6 കൊല്ലം മുൻപ് ചെറിയ ബോളുകളിൽ കംപ്ലീറ്റ് ചെയ്ത സെഞ്ചുറികളുടെ കണക്കുകൾ കൂടെ ചേർത്ത് ബാലൻസ് ചെയ്ത് വേണം കോഹ്ലിയുടെ കണക്കുകൾ പറയേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ഒരുപാട് സെഞ്ചുറികളുള്ള ആളുകൾക്ക് ചില സിറ്റുവേഷൻസിൽ ചില മാച്ചുകളിൽ അങ്ങനെ സംഭവിച്ചേക്കാം എന്നാണ്. 49 സെഞ്ചുറികൾ എടുത്ത സച്ചിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് ആലോചിക്കില്ല. അത് നെർവസ് ആവുന്നതാണ്, സ്ട്രഗിളാണ്. എന്തൊരു മെഴുകലാണ്. ഞാൻ ഷാബിന് റിപ്ലൈ ആയി കണക്കുകൾ കൊടുത്തു. 49 സെഞ്ചുറികൾ അടിച്ച സച്ചിൻ്റെ കരിയറിൽ 90 മുതൽ 100 വരെ 10 അതിൽ കൂടുതലോ ബോളുകൾ എടുത്ത ഇന്നിങ്സുകൾ, അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്
18 എണ്ണമാണ്. അതേസമയം 51 സെഞ്ചുറി അന്നുണ്ടായിരുന്ന 51 സെഞ്ചുറി അടിച്ച കോഹ്ലിക്ക് അത് 19 എന്ന്. ഷാബിനി കമന്റ് ഇടുമ്പോഴാണ് അത് 19. 3 സെഞ്ചുറി കൂടെ കോഹ്ലി അടിച്ചപ്പോൾ ഒന്ന് 17 ബോളും മറ്റൊന്ന് 12 ബോളുമാണ് അദ്ദേഹം എടുത്തത്. അതോടെ ഈ കണക്കിൽ കോഹ്ലി 21 അദ്ദേഹം ഈ കണക്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, അത് ഉറപ്പാണ്. കാരണം അതുവരെ ആവേശത്തിൽ നിന്നിരുന്ന നീ എന്നൊക്കെ സംബോധന ചെയ്ത് വളരെ താഴ്ന്ന നിലവാരത്തിൽ സംസാരിച്ചു തുടങ്ങിയ അദ്ദേഹം സ്വിച്ച് ഇട്ട പോലെ തണുത്തു. ഇങ്ങനെയായി വാചകങ്ങൾ. ഇതെനിക്കും ഒരു പുതിയ അറിവാണ്. ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്തായാലും ആവറേജ് കൂടെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. പിന്നെ ആ വീഡിയോയുടെ പരിസരത്തേക്ക് ഇദ്ദേഹം വന്നിട്ടില്ല. അവിടെ തീർന്നു എന്ന് കരുതരുത്. ആ വീഡിയോയിൽ വന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എവിടെയൊക്കെ വീഡിയോ ഇടുന്നുണ്ടോ അവിടെയൊക്കെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുക, അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, ഇതൊക്കെയായി അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഏർപ്പാട്. ഇയാൾ ഭയങ്കര അനലിസ്റ്റ് ആണെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളൊരു സ്വയം പ്രഖ്യാപിത അനലിസ്റ്റാണ്. ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെ സൂചിപ്പിച്ച് റിപ്ലൈ ഇട്ട് നിർവൃതി അടയുകയാണ് അദ്ദേഹം. എന്നെ അദ്ദേഹം ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിനെ പക്ഷേ നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് പിന്നെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഷാബിൻ്റെ ഉരുളൽ എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് കരുതിയത്. കൂടെ ഈ കണക്കുകൾ കൂടെ കുറച്ച് പേരുടെ അടുത്തുകൂടെ എത്തട്ടെ, കുറച്ച് തെറ്റിദ്ധാരണകളും മാറട്ടെ എന്ന് കരുതി. പക്ഷേ ഷാബിൻ്റെ ആവശ്യം അപ്പോഴും ബാക്കിയാണല്ലോ, ആവറേജ്. ഓക്കെ, ചെറി പിക്കിംഗ് ആണ് പ്രശ്നമെങ്കിൽ നമുക്ക് ആവറേജ് തന്നെ എടുക്കാം. കോഹ്ലി കരിയറിൽ അടിച്ച 54 സെഞ്ചുറികളിൽ 90 മുതൽ 100 വരെ എത്താൻ എടുത്തത് 477 ബോളുകളാണ്. അതിൻ്റെ ആവറേജ് 8.83 സച്ചിൻ്റെ കാര്യത്തിൽ അത് നോക്കിയാൽ 1994 3 സെഞ്ചുറി കണക്കുകൾ പൂർണ്ണമായി ലഭ്യമല്ല. അതിലൊന്നിൽ സച്ചിൻ 80 മുതൽ 100 വരെ 20 റൺ എടുക്കാൻ 17 ബോളുകൾ എടുത്തു എന്ന് കാണാം. ആ ഒരു വർഷം ഒഴികെ 1995 മുതൽ 2012 വരെയുള്ള ആവറേജ് നോക്കിയാൽ സച്ചിൻ അത് 9.4 ഭീകരമായൊരു വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കില്ല. ഷാബിൻ ജനിക്കുന്നതിന് ഒരു 10 വർഷം മുമ്പുള്ള ഒരു സച്ചിനുണ്ട്. ആ സച്ചിനെക്കുറിച്ച് സങ്കല്പിക്കാൻ ഷാബിന് സാധിക്കാത്തത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. 1990കളിൽ ഈ ഒരു ആവറേജിൽ ഒരാൾക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി മറ്റ് ഇന്ത്യക്കാരുടെ 90 മുതൽ 100 വരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കിയാൽ അത് 6.5 മുതൽ 11.5 വരെയൊക്കെയാണ് കാണാവുന്നത്. ഒരു കാര്യം അറിയാമോ, 90 മുതൽ 100 വരെ സെവാഗിനേക്കാൾ കുറവ് ആവറേജ് ബോളുകൾ എടുത്തിട്ടുള്ള ആളുകളാണ് യുവരാജൊക്കെ. ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് പ്രേക്ഷകൻ സെവാഗിനേക്കാൾ കുറഞ്ഞ ബോൾ ആവറേജിൽ അടിക്കുന്ന ഒരാളുണ്ട് എന്ന് സമ്മതിക്കുമോ? അതായത് പൊതുബോധം അനുസരിച്ചല്ല ഈ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ കാണാവുന്നത്. ഇതിൽ ഏറ്റവും രസകരം 1994 കളിച്ച് സെഞ്ചുറി അടിച്ച ഒരാളുടെ സ്ട്രൈക്ക് റേറ്റ് ആണ് T20 യുഗം തുടങ്ങിയ ശേഷം കരിയർ തുടങ്ങിയ ഒരാളുടെ സ്ട്രൈക്ക് റേറ്റുമായി ഇവർ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷാബിനോട് ചില വെല്ലുവിളികൾ. 6ൽ കൂടുതൽ റൺ റേറ്റ് വേണ്ട ഒരു ചേസിൽ സച്ചിൻ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ സ്ലോ ആവുന്ന ഒരവസരം കാണിച്ചു തരാമോ ഈ 90 മുതൽ 100 വരെ എത്തുമ്പോൾ? പക്ഷേ എനിക്ക് കോഹ്ലിയുടെ കേസിൽ അങ്ങനെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. 2016 കാൻബറ ഏകദിനം 348 എന്ന സ്കോർ ചേസ് ചെയ്യുന്ന ഇന്ത്യ. ശിഖർ ധവാനും കോഹ്ലിയും ഒരുമിച്ച് ബാറ്റ് ചെയ്യുന്നു. ധവാൻ 83 ബോളിൽ 90 എത്തുന്നു, കോഹ്ലി 67 ബോളിൽ 90 എത്തുന്നു. ധവാൻ 92 ബോളിൽ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ കോഹ്ലി 10 ഡോട്ട് ബോളുകൾ ഉൾപ്പെടെ 17 ബോളുകളാണ് അടുത്ത 10 റൺസ് നേടാൻ എടുക്കുന്നത്. വിക്കറ്റ് പോയിട്ടില്ല. മറ്റേ എൻഡിൽ മറ്റേ ബാറ്റർ ധവാൻ ഈസിയായി റൺ എടുക്കുന്നു. ഈ കോഹ്ലി തന്നെയാണ് 90 വരെ വളരെ ഈസിയായി കളിച്ചത് എന്ന് പറയാം. പക്ഷേ 90 കഴിഞ്ഞതോടെ അദ്ദേഹം സ്വിച്ച് ഇട്ട പോലെ സ്ലോ ആയി. എന്താണ് അതിന് കാരണം? എന്നോട് ചോദിച്ചാൽ അതിന് കാരണം ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ്. അത് അയാളുടെ കുറ്റമല്ല, അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഒരു ശരാശരി സച്ചിൻ വിരോധിയോട് സച്ചിൻ എപ്പോഴെങ്കിലും സ്ലോ ആയാൽ അതിനുള്ള ഒരു കാരണം ചോദിച്ചാൽ ഒരു കണ്ടീഷനും നോക്കാതെ അവർ സുഖമായി പറയും സെഞ്ചുറി പേടി, മുട്ടിടി എന്നൊക്കെ. അഥവാ ആ കളി തോറ്റിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും സച്ചിൻ്റെ ഈ സെഞ്ചുറി ആയിരിക്കും. പക്ഷേ കോഹ്ലി 17 ബോൾ എടുത്ത് ഈ മാച്ച് തോൽക്കാൻ കാരണം എന്താണ് എന്നിവരോട് ചോദിച്ചാൽ അവർ ഒറ്റ വാക്കിൽ പറയും ധോണിയാണ് അതിനുള്ള കാരണമെന്ന്. സച്ചിൻ എന്തായാലും 6ൽ കൂടുതൽ റൺ റേറ്റ് വേണ്ട ചേസുകളിൽ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഡ്രോപ്പ് ഉണ്ടായ അവസരങ്ങളില്ല. പക്ഷേ അതിനുള്ള ചീത്തപ്പേര് മുഴുവൻ സച്ചിനാണെന്ന് മാത്രം. കോഹ്ലി 90 എത്തിയപ്പോൾ ഒരു സമയത്ത് റിക്വയർഡ് റൺ റേറ്റ് 6ൽ താഴെയായിരുന്നു. കോഹ്ലി സെഞ്ചുറി നേടി ഔട്ടാവുമ്പോൾ അത് 6.45 അതിനെന്താ, അതുവരെ എത്തിച്ചത് കോഹ്ലിയും കൂടെ അല്ലേ എന്ന് ചോദിച്ചാൽ അതെ ആണ്. പക്ഷേ ചോദ്യം വ്യക്തമാണ്. 348 ചേസ് ചെയ്യുമ്പോൾ 67 ബോളിൽ 90 എത്തിയ കോഹ്ലി പിന്നീട് 10 റൺസ് നേടാൻ ആ അവസരത്തിൽ 10 ഡോട്ടുകൾ കളിക്കാൻ കാരണം എന്താണ്? നിങ്ങളുടെ മാത്രം ലോജിക്ക് വെച്ച് പറയുക. എന്താണ് കാരണം? അത് മുട്ടടിയാണോ, സെൽഫിഷ് ആയതാണോ, നെർവസ് ആയതാണോ, സെഞ്ചുറി അടിക്കാൻ വേണ്ടി തുഴഞ്ഞതാണോ? ഒന്നുകൂടെ പറയുകയാണ്, അത് കോഹ്ലി ആ ഒരു ഇന്നിങ്സ് പ്ലാൻ ചെയ്തു തന്നെയാണ്, നെർവസ് ആയതല്ല. പക്ഷേ എല്ലാവർക്കും ഈ ലോജിക് ബാധകമാവണം എന്ന് മാത്രം. 90 എത്തുമ്പോൾ 6ൽ താഴെയായിരുന്ന റൺ റേറ്റ്, അതായത് റിക്വയർഡ് റൺ റേറ്റ് 100 പൂർത്തിയാക്കുമ്പോൾ 6.5 ആക്കി സെഞ്ചുറി അടിച്ച് ഉടനെ തന്നെ അദ്ദേഹം ഔട്ടായിപ്പോയി. അവിടെ സച്ചിനായിരുന്നെങ്കിൽ ഷാബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് പറയുമായിരുന്നു? ഈ കണക്കുകളൊക്കെ മറയ്ക്കാനാണോ ഈ ആവറേജിൻ്റെ കണക്ക് വേണമെന്നൊക്കെ ഷാബിൻ വന്ന് പുലമ്പുന്നത്?
ഷാബിൻ ഈ ആവശ്യങ്ങളൊക്കെ എന്നോട് വന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ആഴ്ചയാണ് ഈ ചതി കോഹ്ലി അദ്ദേഹത്തോട് ചെയ്തത്. റാഞ്ചിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 85 ബോളിൽ 90 എത്തിയ കോഹ്ലി പിന്നീട് 17 ബോളുകളാണ് 52ാം സെഞ്ചുറി പൂർത്തിയാക്കാൻ എടുത്തത്. ഷാബിനോ ഇത് കമൻറ്റ് ചെയ്ത സുഹൃത്തുക്കൾക്കോ ഇതൊരു മോശം കാര്യമായി തോന്നുന്നുണ്ടോ? ഇന്നിങ്സിൽ സ്ട്രഗിൾ ചെയ്തതായി തോന്നുന്നുണ്ടോ? സെഞ്ചുറിക്ക് വേണ്ടി നെർവസ് ആയതാണ് എന്ന അഭിപ്രായമുണ്ടോ? ഈ ഇന്നിങ്സ് കൊണ്ട് ഷാബിൻ്റെ പ്രിയപ്പെട്ട 90 മുതൽ 100 വരെയുള്ള ആവറേജിന് മാറ്റം വന്നിട്ടുണ്ട്. 2005 ശേഷം ജനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഷാബിന് മനസ്സിലുണ്ടായിരുന്ന ഒരു വിശ്വാസം സച്ചിൻ എപ്പോഴും ഒരുപാട് ബോളുകൾ എടുത്താണ് സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നത് എന്നാണ്. കോഹ്ലി കുറച്ച് ബോളുകൾ മാത്രം ഫേസ് ചെയ്ത് പൂർത്തിയാക്കിയ 1-2 ഇന്നിങ്സുകൾ കണ്ട അദ്ദേഹം കോഹ്ലി എപ്പോഴും ഇങ്ങനെയാണ് എന്നും വിചാരിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ബലത്തിലാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ വാലിഡിറ്റി, ചെറി പിക്കിംഗ്, സാമ്പിളിംഗ് എറർ എന്നൊക്കെ ഇദ്ദേഹം വന്ന് ഗമയിൽ കമൻ്റ് ഇട്ടത്. അവസാനം അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് മുങ്ങി അരിശം തീർക്കാൻ ഇപ്പോൾ മറ്റടവുകളുമായി നടപ്പാണ്. അടുത്ത കഥാനായകൻ തൗഫീഖ് ഷറഫുദ്ദീൻ. ഷാബിനെ പോലെ മൂടുപടങ്ങളൊന്നുമില്ല. കോഹ്ലിയുടെ ചിത്രങ്ങളും പ്രൊഫൈലിലും ബയോയിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം വന്ന് ഒരു അടിസ്ഥാനവുമില്ലാത്ത ബാലിശമായ കുറേ കാര്യങ്ങൾ പുലമ്പുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ അംബാസിഡർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഗൂഗിൾ സെർച്ച് ചെയ്ത് ഉത്തരം കാണിച്ചിട്ട് അത് കോഹ്ലിയാണ്, കോഹ്ലിയേക്കാൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരാളില്ല, ഡിബേറ്റ് ചെയ്യാനുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കയ്യിൽ സ്റ്റഫൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഒഴിവാക്കി വിടാൻ നോക്കി. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിനെ പേടിച്ച് ഞാൻ ഒഴിവാകുന്നു എന്നാണ്. ആവേശം കയറിയാൽ പതിവ് കോഹ്ലി ഭക്തന്മാരെ പോലെ സച്ചിനെ പുലഭയം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് കോഹ്ലി ഭക്തൻ എന്നാണ്, ശ്രദ്ധിക്കുക. ഇത്തിരി കഴിഞ്ഞപ്പോൾ സച്ചിൻ 90 കഴിഞ്ഞാൽ മുട്ടിടിച്ച് ഔട്ടായതിൻ്റെ റെക്കോർഡുള്ള ആളാണ്, അതിനും ഡിബേറ്റ് ചെയ്യാനുണ്ടോ എന്നായി ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. മുട്ടടി കൊണ്ടാണോ 90 കഴിഞ്ഞ് ഏറ്റവും അധികം സ്റ്റംപ്ഡ് ആയത് സച്ചിൻ ആയത് എന്നുള്ള ചോദ്യത്തിന് അയാൾ പറഞ്ഞത് 90 കഴിഞ്ഞ് എതിർ ടീം വരിഞ്ഞ് മുറുക്കിയത് കൊണ്ടാണ് അതെന്നാണ്. എന്നാൽ പിന്നെ വീഡിയോയ്ക്ക് ഒരു ടോപ്പിക്കായല്ലോ എന്നോർത്ത് ഡിബേറ്റിന് റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന് എൻ്റെ പേരറിയണം. പേര് പറയാൻ ധൈര്യമുണ്ടോ എന്നായി ചോദ്യം. ധൈര്യമുണ്ടെങ്കിൽ പേര് പറയൂ എന്ന് പറഞ്ഞ 3-4 കമൻറ്റുകൾ. ശല്യം എങ്ങനെയെങ്കിലും ഒഴിവാവട്ടെ എന്ന് കരുതി എല്ലാത്തിനും റെഡിയാണ് എന്ന് ഞാൻ കമൻറ്റ് ചെയ്തു. കാരണം അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. ആ കമൻറ്റ് 2-3 കമൻറ്റുകൾക്ക് റിപ്ലൈ ആയി ഇടാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. കമൻറ്റ് ഡിലീറ്റ് ചെയ്തോ എന്ന സംശയത്തിൽ ഞാൻ പ്രൊഫൈൽ കയറി നോക്കി. അപ്പോൾ കാണുന്നത് ഇതാണ്. ഡിബേറ്റിന് വാ എന്ന് 30 സെക്കൻഡ് വരെ വെല്ലുവിളിച്ച് നിന്ന ആൾ ഡിബേറ്റിന് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടു എന്ന് മനസ്സിലാക്കി എന്നെ ബ്ലോക്ക് ചെയ്ത് ഒറ്റ ഓട്ടം. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ വഴി കയറി നോക്കി. അപ്പോഴാണ് കാണുന്നത് പ്രൊഫൈൽ ലോക്കും ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ അവിടെയും ലോക്കായി. പാവം, ഒരു രാത്രി തോന്നിയ ഒരു കയ്യബദ്ധം കാരണം തുറന്നു മലത്തിയിട്ടിരുന്ന എല്ലാ പ്രൊഫൈലും ലോക്ക് ചെയ്ത് ഒളിച്ചിരിപ്പാണിപ്പോൾ. ആ പേടിത്തൊണ്ടൻ ചോദ്യം ചോദിച്ചിട്ട് ഓടിക്കളഞ്ഞു എന്ന് വെച്ച് ചോദ്യം അവിടെ ബാക്കിയാണല്ലോ. അതിനുള്ള ഉത്തരം ഞാൻ തരാം. എങ്ങനെയാണ് സച്ചിൻ 90 കഴിഞ്ഞ് നിൽക്കുമ്പോൾ സ്റ്റംപ്ഡ് ആയത്? സച്ചിൻ 90 നിൽക്കുമ്പോൾ ഏകദിനത്തിൽ സ്റ്റംപ്ഡ് ആയത് 2 അവസരങ്ങളിലാണ്. ആ കാര്യത്തിൽ ലോക റെക്കോർഡും സച്ചിനാണ്. ടെസ്റ്റിലും സച്ചിൻ ഒരിക്കൽ ഇങ്ങനെ സ്റ്റംപ്ഡ് ആയിട്ടുണ്ട്. അതൊരിക്കൽ വിശദമായി പറയാം. ഈ 2 ഏകദിനങ്ങളിൽ എന്താണ് സംഭവിച്ചത്? തൗഫീഖ് ഷറഫുദ്ദീൻ പറഞ്ഞതുപോലെ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചപ്പോൾ എതിർ ടീം വരിഞ്ഞു മുറുക്കിയതാണോ? അപ്പോൾ ഇറങ്ങി അടിച്ചതാണോ? ഇത് രണ്ടും നടക്കുന്നത് 90കളുടെ അവസാനമാണ്. 2 അവസരങ്ങളിലും 100-ലധികം സ്ട്രൈക്ക് റേറ്റിൽ സച്ചിൻ 90 കടന്നിരുന്നു. ഒന്ന് 1996 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ മഗ്രാത്ത്, ഫ്ലെമിംഗ്, ഷെയ്ൻ മോൺ ഇവരുൾപ്പെടെയുള്ള ബോളിംഗ് നിരക്കെതിരെ ചേസ് ചെയ്യുന്നത് 259 റൺസ്. സച്ചിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 107.14. സച്ചിൻ സ്റ്റംപ്ഡായി ഔട്ടാവുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് 120 ബോളിൽ 116 റൺസ്. സച്ചിൻ 107 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുമ്പോൾ അപ്പുറത്ത് സച്ചിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ കളിക്കുന്ന മഞ്ജരേക്കറുടെ സ്ട്രൈക്ക് റേറ്റ് 68. സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തേണ്ടതും റൺ എടുക്കേണ്ടതും ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമാണ്, സച്ചിൻ്റെ. അയാളവിടെ സെഞ്ചുറി അടിക്കാനല്ല നോക്കിയത്, സിംഗിൾ എടുത്ത് അപ്പുറത്ത് പോകാനല്ല നോക്കിയത്. റൺ റേറ്റ് ഉയർത്താൻ വേണ്ടി ചാടി ഇറങ്ങി നിർഭാഗ്യവശാൽ ഔട്ടായി. 2 ബോൾ കിട്ടിയാൽ 1 റൺ എടുക്കുന്ന ഒരാളാണ് അവിടെ ഉള്ളത്. അയാൾ ഔട്ടായാലോ വരുന്നത് മനോജ് പ്രഭാകറും മോംഗിയയും. അതോടെ തീർന്നു. അവിടെ സച്ചിന് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, എല്ലാ പ്രഷറും ചുമതലയും ഏറ്റെടുത്ത് റിസ്ക് എടുക്കുക. അത് അയാളുടെ ഉത്തരവാദിത്തം മാത്രമായിരുന്നു. ഇതാണ് സ്കോർ കാർഡ്. ബാക്കിയുള്ളവരുടെ റൺസും സ്ട്രൈക്ക് റേറ്റും വെറുതെ ഒന്ന് നോക്കിയേക്കുക. രണ്ടാമത്തെ അവസരം 1997 സിംഗറക്കായി ചാമ്പ്യൻസ് ട്രോഫി. 250 ചേസ് ചെയ്യാൻ ഇറങ്ങി 37 ഓവർ ബാക്കിയുള്ളപ്പോൾ 4-ാം സ്ഥാനത്താണ് സച്ചിൻ ബാറ്റ് ചെയ്യാൻ എത്തുന്നത്. അപ്പോൾ ജയിക്കാൻ 220 ബോളിൽ 190 റൺസ് വേണം. അതിനുശേഷം പാർട്ണർഷിപ്പ് കളിച്ച ജഡേജ കളിച്ചത് 72 സ്ട്രൈക്ക് റേറ്റിലാണ്. ആദ്യ മാച്ചിൽ മഞ്ജരേക്കർ ആണെങ്കിൽ ഇതിൽ ജഡേജ. അന്നും സ്കോർ ഉയർത്തുക എന്നൊരു ചുമതല സച്ചിനാണ്. സിംഗിൾ എടുത്ത് അപ്പുറത്ത് പോയി നിന്നാൽ ജഡേജയ്ക്ക് വലിയ ഷോട്ടുകൾ കളിക്കാൻ സാധിക്കില്ല. ഇനി ഷോട്ടിന് ശ്രമിച്ച അയാൾ ഔട്ടായാൽ ബാക്കിയുള്ള അംഗീകൃത ബാറ്റർ റോബിൻ സിംഗ് മാത്രം. അങ്ങനെ 47-ാം ഓവറിൽ വലിയ ഷോട്ടിന് ശ്രമിക്കുമ്പോഴാണ് സച്ചിൻ സെഞ്ചുറി അടിക്കാതെ പുറത്താവുന്നത്.
അപ്പുറത്തുള്ള ആരെങ്കിലും കുറച്ചുകൂടെ വേഗത്തിൽ കളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിരുന്നെങ്കിൽ സച്ചിനും ശ്രദ്ധയോടെ താളത്തിൽ കളിക്കാൻ കഴിയുമായിരുന്നു. ഈ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളും അത് ചെയ്യണം. പക്ഷേ ഈ 2 മത്സരത്തിലും അങ്ങനെ ഒരാളില്ല. ഇതൊന്നും സച്ചിൻ്റെ ചേസിങ്ങിലെ സെഞ്ചുറി കണക്കുകളിലും ഇല്ല. ഈ ലക്ഷറി ഇല്ലാത്തത് കൊണ്ടാണ് ആ എണ്ണം കുറയുന്നത്. ഈ 2 മാച്ചിൽ മാത്രമല്ല, അങ്ങനെ ഒരു മാച്ചിലും ഈ ലക്ഷറി ഉണ്ടാവാറില്ല. ഇത് സ്റ്റംപ്ഡ് എന്ന ഒറ്റ രീതിയിൽ ഔട്ടായ മാച്ചുകൾ മാത്രമാണ് പറഞ്ഞത്. അതല്ലാതെ വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ച് ഔട്ടായ എത്രയോ അവസരങ്ങൾ വേറെയുണ്ട്. അന്ന് റൺസ് അടിക്കുന്ന ബാറ്റർമാർ ടീമിൽ ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദ്യം വരാം. ഉണ്ടായിരുന്നു. 65-70 സ്ട്രൈക്ക് റേറ്റിൽ 50 റൺസ് എടുക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ 100 സ്ട്രൈക്ക് റേറ്റിൽ 10-15 റൺസ് എടുക്കാനും ആളുകളുണ്ടായിരുന്നു. രണ്ടും കൂടെ ചെയ്യാൻ സച്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് വ്യത്യാസം. ഈ മുഹമ്മദ് ഷാബിനും തൗഫീഖ് ഷറഫുദ്ദീനും മാത്രമല്ല, ഇത്തരം കമൻറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായി ഇറിറ്റേറ്റ് ചെയ്തവർ ഇവരായതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്തത്. കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുന്നവരോട് തർക്കിക്കാൻ പിന്നീട് പോവാറുമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കമൻ്റ് ഇടാൻ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒറിജിനൽ പ്രൊഫൈൽ ഉണ്ടാവണം, ഒരു ഫോട്ടോ ഉണ്ടാവണം. ഫേക്കിൽ വന്ന് കമൻ്റ് ഇട്ടാൽ അത് ഏത് കമൻ്റ് ആയാലും ഡിലീറ്റ് ചെയ്യും. പിന്നീട് നിലവിളിച്ചിട്ട് കാര്യമില്ല. യൂട്യൂബിൽ കമൻ്റ് ഇട്ട് ഡിബേറ്റിന് വരുന്നവർക്കും ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഫേക്ക് അല്ലാത്ത ഒരു പ്രൊഫൈൽ ഉണ്ടാവണം. തീർച്ചയായും ഡിബേറ്റ് ആവാം. പിന്നെ സച്ചിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഈ ചാനലിൻ്റെ പേരാണ് ഇവർക്ക് പ്രശ്നം. ആ പ്രശ്നമുള്ളവരോട് പറയുകയാണ്, സച്ചിൻ ചെയ്ത ചാരിറ്റിയോ സമൂഹ സദ്യയോ സച്ചിൻ്റെ വീട്ടുകാരുടെ വിശേഷങ്ങളോ ഞാൻ ഇന്നേ വരെ ഈ ചാനലിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിലൊട്ട് താല്പര്യവുമില്ല. ഇവിടെ പറയുന്നത് സച്ചിൻ്റെ ക്രിക്കറ്റാണ്. അതിൽ കണക്കുകളുണ്ടാവും, ചരിത്രമുണ്ടാവും. അതെല്ലാം ഇനിയും പറയും. പേര് ഞാൻ ഒട്ടും മാറ്റുകയുമില്ല. നിങ്ങളിവിടെ വന്ന് നിലവിളിക്കുകയും ചെയ്യും. പിന്നെ എന്താ പ്രശ്നം? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.